നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ലതായിക്കൊണ്ട് ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം കൊണ്ടാണ് നാം നോമ്പ് തുറക്കേണ്ടത്. അത് കിട്ടിയില്ലെങ്കിൽ കാരക്ക, അത് കിട്ടിയില്ലെങ്കിലോ വെള്ളം. ഇതാണ് അതിന്റെ പ്രയോറിറ്റി ഓർഡർ. ഈന്തപ്പഴം, കാരക്ക, വെള്ളം. ഈന്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കണം എന്ന് പറയുന്ന കാരണം എന്താ? നമ്മുടെയൊക്കെ നാട്ടിലൊരു അബദ്ധധാരണയുണ്ട്. പലതും സൗദി അറേബ്യയിലെ ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയും. അത് സൗദിയിലെ ഏറ്റവും കൂടുതലുള്ള പഴയ ഈന്തപ്പഴം ആയതുകൊണ്ടാണ് അവിടെ ഈന്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ വേറെ പേരക്കയുണ്ട്, മാങ്ങയുണ്ട്, അതൊക്കെ കൊണ്ട് നോമ്പ് തുറന്നാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയുള്ള അബദ്ധ. അവിടുത്തെ സാഹചര്യത്തെ വെച്ചുകൊണ്ടുള്ള പഠനം ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. സൗദിയിലെ ഭാഷ അറബി ആയതുകൊണ്ടാണ് അവിടെ അറബിയിൽ ഖുത്ബ ഉള്ളത്, ഇവിടെ മലയാളത്തിലാണ്, അതുകൊണ്ട് ഇവിടെ മലയാളം മതി എന്നൊക്കെ പറയുന്ന പോലുള്ള അബദ്ധധാരണയാണ്. എന്തു ചിന്തിച്ചാലും നമുക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ടെന്ന് മനസ്സിലാക്കണം. ഹബീബ് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ അതിന്റെയൊക്കെ പിന്നിൽ വളരെ സുന്ദരമായ ഹൃദയ വിജൃംഭിത ശാസ്ത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോൾ എന്നെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഒരു മനുഷ്യന് ഒരു ദിവസത്തിൽ നിർബന്ധമായും കിട്ടേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണത്തിലെ അംശങ്ങൾ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം, പ്രോട്ടീൻ അഥവാ മാംസ്യം, വിറ്റാമിനുകൾ, ഫാറ്റ് അഥവാ കൊഴുപ്പ്, മിനറലുകൾ, ധാതു ലവണങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഭക്ഷണത്തിൽ ആവശ്യമാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, ഫാറ്റ്, മിനറൽസ്, ഇത്രയും സാധനങ്ങൾ ഒരു മനുഷ്യന് വേണം. വൈറ്റമിൻസ് ഏതൊക്കെയാണ്? എ, ബി, സി, ഡി, ഇ, കെ വിറ്റാമിനുകളാണ്. ധാതു ലവണങ്ങളുടെ എണ്ണം പറയുമ്പോൾ നമുക്കറിയാം: കാൽഷ്യം, സോഡിയം, അയൺ, മഗ്നീഷ്യം, പൊട്ടാഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഫോളേറ്റ്, സെലീനിയം എന്നിത്യാദിയുള്ള മിനറലുകൾ, ധാതു ലവണങ്ങളൊക്കെ ഒരു മനുഷ്യന് കിട്ടണം. പിന്നെ വെള്ളവും വേണം. ഇതൊക്കെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആവശ്യമായ അനിവാര്യമായ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കേണ്ട ഘടകങ്ങളാണെങ്കിൽ ഞാൻ പറയുന്നു, ഈ ഘടകങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭക്ഷണം ലോകത്തുണ്ടോ അത് ഈന്തപ്പഴം മാത്രമാണ്. ഈ പറയപ്പെട്ട ഘടകങ്ങളെല്ലാം ഉള്ള ഭക്ഷണം ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ അത് ഈന്തപ്പഴം മാത്രമാണ്. അങ്ങനെ ഒരു പഴം ഉണ്ടെങ്കിൽ ഈന്തപ്പഴം മാത്രമാണ്. പ്രോട്ടീൻ കിട്ടണമെങ്കിൽ ചെറുപയർ കഴിക്കാം. മുട്ടയുടെ വെള്ള പ്രോട്ടീൻ ഉണ്ട്. ഫാറ്റ് വേണമെങ്കിൽ മുട്ടയുടെ യെല്ലോ കളറിലുള്ള യോക്ക്, അല്ലെ, പിന്നെ മഞ്ഞക്കരു, അതിൽ കൊളസ്ട്രോൾ ഉണ്ട്, ഫാറ്റ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് വേണമെങ്കിൽ അരി കഴിക്കണം, ചോറ് കഴിക്കണം, അല്ലെ. കാർബോഹൈഡ്രേറ്റ് കഴിക്കും, ചോറ്, ഓരോന്നിലും ഓരോ തരത്തിലുള്ള സാധനങ്ങളാണ്. വിറ്റാമിനുകളുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ക്യാരറ്റ് വൈറ്റമിൻ എ നൽകുന്ന സാധനമാണ്. പപ്പായ വൈറ്റമിൻ എ ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഈ പറയപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ കിട്ടിയിരിക്കേണ്ട അവശ്യ ഘടകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും വിറ്റാമിനുകളും മിനറലുകളും ഫാറ്റും ഒക്കെ ആണെങ്കിൽ ഇത് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം ലോകത്തുണ്ടെങ്കിൽ അത് ഈന്തപ്പഴം മാത്രമാണ്. എണ്ണെടുത്ത് പരിശോധിച്ചു. 100 ഗ്രാം ഈന്തപ്പഴത്തിൽ 39 മില്ലിഗ്രാം കാൽഷ്യം ഉണ്ട്, 2 മില്ലിഗ്രാം സോഡിയം ഉണ്ട്. ഡയറ്ററി ഫൈബർ അഥവാ നാരിന്റെ അംശം 100 ഗ്രാമിൽ 8 ഗ്രാം ഉണ്ട്. ഫൈബറിന്റെ അംശം ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യ ശരീരത്തിൽ നേരത്തെ പറയപ്പെട്ടതുപോലെയുള്ള ശാരീരികമായ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. 8 ഗ്രാം 100 ഗ്രാമിൽ 8 ഗ്രാം ഫൈബറാണ്. 63 ഗ്രാം ഷുഗർ ഉണ്ട്. ഷുഗർ പേഷ്യൻസിന് ഒരല്പം നിയന്ത്രണം ഉണ്ടെന്ന് മാത്രം. വിറ്റാമിനുകൾ ഏതൊക്കെയാ? വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ. ബി തന്നെ പല വെറൈറ്റി, എത്ര മില്ലിഗ്രാം, മൈക്രോഗ്രാം കണക്കാക്കി എഴുതിയിരിക്കുന്നു. പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. എല്ലാം ഉള്ളൊരു ഭക്ഷണം ലോകത്തുണ്ടോ? ഈന്തപ്പഴമാണ്. കഴിഞ്ഞില്ല. ഈ ഈന്തപ്പഴം വെറും വയറ്റിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ മാത്രം എണ്ണി പറഞ്ഞാൽ അത് തന്നെ ഒരു 8 or 9 എണ്ണ എനിക്ക് വേറെ എണ്ണി പറയാനുണ്ട്. വെറും വയറ്റിലേക്ക് ഈന്തപ്പഴം ചെല്ലുന്നതിനുള്ള ഗുണങ്ങൾ എണ്ണി പറയാൻ പറ്റും. ഈന്തപ്പഴമില്ലാത്ത വീട് ഭക്ഷണമില്ലാത്ത വീട് പോലെയാണ്. ഹബീബ് പഠിപ്പിക്കുകയാണ്, ഈന്തപ്പഴ മരം എന്റെ ഉമ്മയുടെ അനുജത്തിയാണ്. ഈന്തപ്പഴ മരം എന്റെ ഉമ്മയുടെ അനുജത്തിയാണ്. നമ്മൾ ഉമ്മയുടെ അനിയത്തിമാരുടെ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ സ്നേഹം ഉണ്ടാവില്ലേ? ഈന്തപ്പഴ മരം എന്റെ ഉമ്മയുടെ അനുജത്തിയാണ്. ഉമ്മമാരുടെ അനുജത്തിമാരോട് നമുക്ക് വല്ലാത്തൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതുപോലെ അത്രത്തോളം ഹബീബ് എടുത്തു പറഞ്ഞ ഒരു വൃക്ഷമാണ്, ഒരു ഫലവൃക്ഷമാണ് ഈന്തപ്പഴ മരം. ആ ഈന്തപ്പഴം കൊണ്ട് വേണം നോമ്പ് തുറക്കാൻ എന്ന് പഠിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ശാസ്ത്രവും കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നാം കാണണം. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ വയറ്റിലേക്ക് ഏറ്റവും ആദ്യമായി എത്തേണ്ടത് സ്വാലിഹീങ്ങളുടെ ഉമിനീരിൽ ചാലിച്ച ഈന്തപ്പഴമാണ്. പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ്. ഒരുപാട് ഗുണങ്ങളൊക്കെ ആ വിഷയത്തിലുണ്ട്. ആ മനുഷ്യന്റെ സൽസ്വഭാവങ്ങളെ കുട്ടിയിലേക്ക് ലയിച്ചു ചെയ്യുന്നുണ്ട്. ഇതും എനിക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റും.